ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഖേദത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം വളരെ മോശമാകുന്ന ചില വാക്കുകൾ ഓരോ മനുഷ്യനെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടു. അതിൻ്റെ ഫലമായി ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. നമുക്കറിയാം, ഏഷ്യനെറ്റിലെ ഇപ്പോൾ ജനപ്രീതി നേടിയ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം ജനപ്രീതി നേടിയെന്ന് മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങൾക്കും വിധേയമായ ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. മോഹൻലാൽ അതിനകത്ത് മെയിൻ താരമാണ്, അല്ലെങ്കിൽ അവതാരകനാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ 19 പേരായിരുന്നു തുടങ്ങിയത്. എന്നാൽ ഓരോ ഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ പുറത്താകുകയും അങ്ങനെ ആയവരുടെ കൂട്ടത്തിൽ നന്ദന എന്ന പെൺകുട്ടിയും കഴിഞ്ഞ ദിവസം പുറത്തായത് നമ്മളെല്ലാം കണ്ടു കാണും, ചിലപ്പോൾ കേട്ട് കാണും. അപ്പോൾ ഈ നന്ദന ഒരു സാധാരണക്കാരി പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി നല്ലൊരു പ്ലെയർ ആയിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പുറത്താകുകയും ചെയ്തു. അതിനുശേഷം അവസാനമായി സിജോ എന്ന വ്യക്തി പുറത്തായി. സിജോയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ വേറൊരു എപ്പിസോഡിൽ പറയാം, വേറൊരു വീഡിയോയിൽ പറയാമല്ലോ. അപ്പോൾ ഈ സിജോയും നന്ദനയും സായിയൊക്കെ വളരെ ഫ്രണ്ട്സായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സിജോ ഔട്ടായപ്പോൾ സിജോ മടങ്ങി നാട്ടിലേക്ക് വന്നപ്പോൾ സ്വീകരിക്കുവാൻ വന്നതാണ് നന്ദന എന്ന പെൺകുട്ടി. നന്ദന മുൻപേ പുറത്തായിരുന്നല്ലോ. അപ്പോൾ ഈ നന്ദനയും സായിയൊക്കെ കൂടി സിജോനെ സ്വീകരിക്കുവാൻ വന്ന സമയത്ത് ഒരു വീഡിയോ, ഏതോ ഒരു നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ അവർ ഈ നന്ദനയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അതിൽ നന്ദനെ അന്നത്തെ ദിവസം ഒരു മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടോണായിരുന്നു വന്നത്. അപ്പോൾ ഇത് നന്ദനെ ഒരു പ്രിയ താരമായി മാറിയത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജുള്ള ആ വ്യക്തി നന്ദനയുടെ പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ അതിനുശേഷമാണ് സംഭവം നടക്കുന്നത്. ഈ നന്ദനയെ കണ്ടപാടെ ഒരുപാട് ആളുകൾ നന്ദനെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിനെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്ന ഓരോ കമൻറ്റുകൾ ഇടുന്നു. ആ കൂട്ടത്തിൽ ഏറെ ഖേദത്തോടു കൂടി പറയട്ടെ, ഏറെ ദുഷിച്ച മനസ്സുള്ള ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടോ. ആ കമൻറ്റ് വളരെ വർഗീയവും അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ ഒരു കമൻ്റായിരുന്നു. അത് ഞാൻ വായിക്കാം കേട്ടോ. മുഴുവനായിട്ട് വായിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം അത്രത്തോളം മ്ലേച്ഛകരമാകുന്ന ഒരു കമൻ്റാണ് ഇട്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഏകദേശം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കണ്ടു കാണും. ഇതാണ് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത്: വീട് പോലുമില്ല, പട്ടികജാതി കോളനിയിലാണ് കിടക്കുന്നത്, നാറ്റം പിടിച്ച മെൻസസ്, നാറ്റം പിടിച്ച ഡാഷ്, ഒരു ചീത്തയാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ, ചുമ്മാതല്ല ദൈവം നിനക്ക് ഒരു വീട് പോലും തരാതെ ഈ നരകത്തിൽ കിടത്തിയിരിക്കുന്നത്. പിന്നെയും അങ്ങോട്ട് വളരെ മോശമായ ഒരു കമൻ്റാണ് ഈ വ്യക്തി ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള വ്യക്തി കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു പക്ഷേങ്കിൽ ഈ വ്യക്തി ഒന്നെങ്കിൽ ഫേക്ക് ഐഡിയ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ആയിരിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, ഫോട്ടോയൊന്നുമില്ല. പക്ഷേങ്കിൽ അതൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ഓർക്കണം. ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് നടത്തിയ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു പരാമർശമാണ്. അവൾ പട്ടികജാതി കോളനിയിൽ കിടക്കുന്നവളാണ്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പിന്നെയുള്ള വാക്കുകൾ, ചീത്തവിളികളൊക്കെ വളരെ മോശമായി പോയെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ അതേ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയത്തില്ല, എങ്കിലും ഞാൻ ചോദിക്കുക, ഈ വ്യക്തി ഒരു മനുഷ്യനാണെങ്കിൽ നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളും ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മനുഷ്യനല്ലേ? നിങ്ങൾ എന്ത് സമൂഹത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ പെൺകുട്ടി നന്ദന എന്ന പെൺകുട്ടിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ ആ സമയത്ത് നമുക്ക് മനസ്സിലായി. ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നന്ദനെ കൂടുതലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, നീ പട്ടികജാതി കോളനിയിൽ കിടക്കുന്നവളല്ലേ? പിന്നെയും അങ്ങോട്ട് പറയാം, നിനക്ക് വീടില്ലാത്തത്, നിനക്ക് ദൈവം പിന്നെ എങ്ങനെയാണ് വീട് തരുന്നത്? അതായത് ഈ പരാമർശത്തിന് കാരണം നന്ദന എന്ന പെൺകുട്ടി അന്ന് സിജോനെ സ്വീകരിക്കുവാൻ വന്നത് അല്പം ഒരു മോഡേൺ രീതിയിലായിരുന്നു വന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഫേസ്ബുക്ക് പേജ് ഒന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ നല്ല വേഷത്തിൽ വന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒന്നെങ്കിൽ ബിഗ് ബോസ് പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ
ഈ പെൺകുട്ടിയുടെ വേഷം കണ്ടിട്ടായിരിക്കാം അതുപോലെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഒരു സമുദായത്തെ പോലും വെറുപ്പോടുകൂടി കാണുന്ന ഒരു പരാമർശം നടത്തിയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പട്ടികജാതിക്കാർ എന്ന് നീ ആവർത്തിച്ച് പറയുവാൻ അല്ലെങ്കിൽ കമന്റ് ചെയ്യുവാൻ നീ പട്ടികജാതിക്കാരെ നീ ആരായിട്ടാണ് കാണുന്നത്? നിന്റെ വീട്ടിൽ നായ്ക്കളെ പോലെയാണോ കാണുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ജാതീയ സ്പർദ്ധയാണ് അവിടെ വളർന്നത്. ജാതീയ ഒരു വർഗീയത അവിടെ വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ നല്ലൊരു സമുദായത്തിൽ പിറന്നവനല്ലേ? എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ ആ സമുദായത്തെ പോലും നിങ്ങൾ മാനം കളയുവാൻ, അതിൻ്റെ യശസ് പോലും കളയുവാൻ വേണ്ടിയല്ലേ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്നിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ നല്ലതും തീയതും ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ സോഷ്യൽ മീഡിയയിൽ കൂടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ഇത്രത്തോളം വർഗീയതയും ഇത്രത്തോളം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്ന തനിക്കൊക്കെ നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ആരെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യനായി ജീവിക്കുന്ന ആരെങ്കിലും എഴുതുന്ന വാക്കുകളാണോ? ആ പെൺകുട്ടി ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോ ഇഷ്ടമല്ലെങ്കിൽ വേറെ എത്രയോ കമന്റുകൾ ചെയ്യാം. ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പറയാം. പക്ഷേ ഇതിവിടെ കാണിച്ചിരിക്കുന്ന വർഗീയതയാണ്. മറ്റൊന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതിന് പല വകുപ്പുകളുണ്ട്. ഈ വ്യക്തി ജനുവനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചാൽ ജാമ്യം മൂലം കിട്ടാത്ത വകുപ്പിൽ അകത്ത് കിടക്കുവാനുള്ള എല്ലാ എല്ലാ സാധ്യതയും ഉണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ? അറിവില്ലായ്മ കൊണ്ടൊന്നും പറയാൻ പറ്റിയല്ല. കാരണം അത്രത്തോളമൊക്കെ പറയുവാൻ അവന് കഴിയുമെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം വർഗീയതയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു അമ്മ പെറ്റ മോനല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളവൻ. സമൂഹത്തിൽ നമ്മുടെ സമൂഹം നിലനിൽക്കുന്ന തന്നെ ബഹുദൈവ വിശ്വാസങ്ങളെയും മതവിശ്വാസവുമാണ്. അതിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പരസ്പരം തലതിലേക്കേറുവാനും പരസ്പരം വർഗീയത പറയുവാനും പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേര് തമ്മിത്തല്ലുവാനും നമ്മൾ ശ്രമിച്ചാൽ ഒരു വാക്ക് മതി, ഒരു തരി വാക്ക് മതി വർഗീയത പൊട്ടിപ്പുറപ്പെടുവാൻ, അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ. അപ്പോൾ ഇത്രത്തോളം മോശമായ വാക്കുകൾ ഈ പറഞ്ഞ വ്യക്തിയെ ചെയ്തുവെങ്കിൽ അത് പൂർണ്ണമായി ജനുവനായിട്ടുള്ള ആളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അല്ലെങ്കിലും ഇത് ഫേക്ക് ഐഡിയ ആണെങ്കിൽ പോലും ഇത് എഴുതുവാൻ കാണിച്ച ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അവന്റെ ബോധം എത്രത്തോളമുണ്ട്, അവന്റെ പഠിപ്പം എത്രത്തോളമുണ്ട്, അവൻ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചവനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ആ പേര് ഇതുവരെയും ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ ഈ കമന്റിനെതിരെ. അപ്പോൾ പ്രതികരിച്ചിട്ട് പോലും ആ കമന്റ് അവൻ ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് മാറ്റിക്കളയുവാനോ അവൻ തുനിഞ്ഞിട്ടില്ല. അപ്പൊ അത് അറിവില്ലായ്മ കൊണ്ടാണോ? അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കുവാൻ പറ്റിയ വാക്കുകൾ കൊണ്ട് ആ സ്ത്രീയെ അല്ല ജാതിയുമായിട്ട് അധിക്ഷേപിച്ചത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെങ്കിൽ അധിക്ഷേപിച്ച പ്രയോഗം പട്ടികജാതി കോളനി കിടക്കുന്ന പട്ടികജാതി കോളനി എന്ന് പറയുമ്പോൾ അതായത് പലർക്കും പല ധാരണകളുണ്ട്. മനുഷ്യനായിട്ടല്ല ഇവരെയൊന്നും പട്ടികജാതിപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഇന്നും സമൂഹം കാണുന്നത് എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതി തിരിച്ച് ഓരോ തട്ടുകളായിട്ട് തിരിച്ച് കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ വൈകൃതമാകുന്ന മനസ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന് 100% ഉറപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആരും അത്ര വലിയവനൊന്നും ആകാൻ നമ്മൾ നോക്കണ്ട. നമ്മുടെയൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വളരെ മോശമായി തന്നെ നമുക്കും തോന്നും നമ്മൾ ഇത്രത്തോളം താഴ്ന്നവനാണോ എന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കുവാൻ നമ്മുടെ കേരളത്തിൽ നോക്കുവാൻ ആരും തുനിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, സ്ത്രീത്വത്തെ അപമാനിച്ച വാക്കുകൾ അവിടെ ആ കമന്റുകൾ നിങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എത്തിയിട്ടുണ്ട്, വായിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ടോർക്കണം, ഇത്രത്തോളം സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിച്ച ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എഴുതിയ കമന്റിന്റെ അടിയിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ പല സ്ത്രീകളും അല്ലെ പല സഹോദരിമാരും അതിന് നല്ല കയറിച്ചെന്ന് ആ കമന്റിന്റെ അടിയിൽ ലൈക്ക് കൊടുക്കുന്ന കാണാം. ലവ് മോഡലും അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് ആ മറുപടി ആ കമന്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ചില സ്ത്രീജനങ്ങളും
ആ കമന്റിന് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഇവനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ഈ കമന്റ് എഴുതിയവന്റെ ബോധം നമുക്ക് മനസ്സിലാക്കാം. ഈ കമന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മനസ്സും കൂടെ നമ്മൾ ഓർക്കണം. എത്രത്തോളം നാണക്കെട്ട കേസാണ്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിട്ടോ. അപ്പം നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന നല്ല സംസ്കാരം ഉണ്ടെന്ന് വെളിപ്പെടുത്തി കാണിക്കുന്ന രീതിയിലുള്ള പ്രൊഫൈലൊക്കെ ഇട്ട സ്ത്രീകൾ ഈ കമന്റിന്റെ അടിയിൽ ലവ് ഒക്കെ അടിച്ചു വിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നാണം തോന്നുകയാണ്. ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം മ്ലേച്ഛമാണ്. അതുകൊണ്ട് ജാതീയമായും അതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചും ഇതുപോലെ കമന്റുകൾ ഇടുന്നവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിട്ട് 4 പൊട്ടീര് കൊടുക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ വെളിയിൽ നല്ല ആണുങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൂമ്പിടിച്ച ആളുകൾ വാട്ടും. അതൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഈ വീഡിയോ കൂടെ എത്ര തന്നെ ഞാൻ പറയുന്നില്ല. കാരണം അത് മോശമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ അതിനെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തി കാണണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നന്ദന എന്ന പെൺകുട്ടിക്ക് സ്വന്തമായി വീടില്ല എന്ന് നമുക്കറിയാം. ആ ബിഗ് ബോസിൽ അത് പറയുകയും ചെയ്ത ആ പെൺകുട്ടിയുടെ വീട് ഒക്കെ കാണിക്കുകയും ചെയ്ത. അപ്പോൾ ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ അപമാനിക്കുകയും ആർക്കും തോന്നാത്ത വിധത്തിൽ ആക്ഷേപിക്കുകയും ചെയ്ത ഈ നീചൻ ഒരു കാരണവശാലും സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കുവാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. അവനെ പരസ്യമായിട്ട് അവനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പരസ്പരം സാഹോദര്യ ബന്ധം തകർക്കാതെ, മതസൗഹാർദ്ദം തകർക്കാതെ, നമ്മളെ അമ്മയും അപ്പനെയും പോലെ കാണുന്ന സഹോദരികളെയും സഹോദരന്മാരെയും അവരെ തമ്മിൽ തല്ലിക്കാതിരിക്കുവാൻ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി മാത്രം ഉപയോഗിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വീഡിയോയിലൂടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്നും ഒത്തിരി വൈറലൊന്നും ആകെ ആരും വലിയധികം കാണുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നാലും കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക.